ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സെയിം ചെടി നമ്മൾ ചെടിച്ചട്ടികളിലാക്കിയിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ഇലകളെല്ലാം ബ്രൗൺ കളറായി. എന്നിട്ട് ഞാൻ തിരിച്ച് അതൊരു ട്രസ്സിൻ്റെ അടിയിൽ, അതായത് ഷെയ്ഡിൻ്റെ അടിയിൽ തന്നെ തിരിച്ച് ഞാൻ കൊണ്ടുവച്ചു. പണ്ട് നമ്മൾ അവിടെ തന്നെയാണ് വെച്ചിരുന്നത്. പക്ഷേ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ സൺലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയയിൽ കൊണ്ടുവച്ചപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ചൂടായിട്ട് ബ്രൗൺ കളറായി അതിൻ്റെ ഇലകളെല്ലാം. ഇന്നലെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന ബേസിൻ കണ്ടില്ലേ, ഇതിനകത്തുള്ള ചെടികൾക്ക് ഒരു കുഴപ്പമില്ല. ഇത് നല്ല രീതിയിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ട്, അതായത് ഈ ഗ്രീൻ കളറിൽ നിൽക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നില്ല, അതുകൊണ്ട് വെള്ളം ചൂടാവുന്ന പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ആപ്പിൾ സ്നേലുകളുടെ കുഞ്ഞുങ്ങളായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് ചെടികൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഫുള്ളായിട്ട് സ്പ്രെഡായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇതെടുത്ത് മീനുകൾക്കും ക്രേഫിഷുകൾക്കും അതുപോലെ ജൈൻറ്റ് ഗൂരാമികൾക്കൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട്. ആ താഴെ കാണുന്ന ചെറിയ ടാങ്ക് കണ്ടില്ലേ, ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ടാങ്കിൽ നമ്മൾ ഈ ചെടി തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അതിനകത്ത് നല്ല രീതിയിൽ വളർന്ന് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് ചെടികളെല്ലാം. ഇത് ഫ്രീ ആയിട്ട് പാടങ്ങളിലും കുളങ്ങളിലും ഒക്കെ നമുക്ക് കിട്ടുന്ന ചെടിയാണ്. നല്ല ഹാർഡി ആയിട്ടുള്ള ചെടിയാണ്.